ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നും എപ്പോഴും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് ഭാഗവതം ക്ലാസ് നിർത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ സ്കന്ധത്തിൽ 5 അധ്യായമായിരുന്നു കവർ ചെയ്തിരുന്നത്. അതിന്റെ ഒരു സമ്മറി ആണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 അധ്യായത്തിന്റെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് 4ഉം 5ഉം അധ്യായം കവർ ചെയ്യാം. ഇപ്പൊ ആദ്യത്തെ അധ്യായത്തിൽ നമുക്കറിയാം, ശൗനകാദികൾ 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിച്ചത്. അതുപോലെ തന്നെ അതിന് മറുപടിയും കഴിഞ്ഞു. ഇനിയിപ്പം 4ാമത്തെ അധ്യായം ആരംഭിക്കുന്നതും കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ശൗനകാദികൾ സൂതഗോസ്വാമിയോട് ചോദിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ഇതിഹാസം. 2 പരീക്ഷിത് മഹാരാജനെ കുറിച്ച് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ജനനം, മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നതാണ്. 3ാമത് ചോദിക്കുന്നത് ശുകദാസ ഗോസ്വാമിയെ കുറിച്ചാണ്. അതായത് ആദ്യം ഭാഗവതത്തിനെ കുറിച്ച്, 2ാമത് ഭാഗവതം ആര് കേട്ടോ ആ വ്യക്തിയെ കുറിച്ച്, 3ാമത് ഭാഗവതം ആര് പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച്. അതായത് ശുകദാസയുടെ ജനനം എങ്ങനെയായിരുന്നു, എവിടെ വെച്ചാണ് പരീക്ഷിത് മഹാരാജനെ കണ്ടുമുട്ടിയത്, എന്തുകൊണ്ടാണ് ശുകഗോസ്വാമി പരീക്ഷിത് ഭാഗവതം ഉപദേശിച്ചതൊക്കെയാണ്. അപ്പം ശൗനകാദികളുടെ ആദ്യത്തെ ചോദ്യം, അതായത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഇതിഹാസം, അതിന്റെ ഉത്തരം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 14ാമത്തെ ശ്ലോകം മുതലാണ് ശുകഗോസ്വാമി മറുപടി ആരംഭിക്കുന്നത്. ആദ്യം പറഞ്ഞത് വ്യാസദേവന്റെ ജനനത്തെ കുറിച്ചാണ്. സത്യവതിയുടെ ഗർഭത്തിൽ പരാശരന്റെ പുത്രനായിട്ടാണ് ഈ വ്യാസദേവൻ ജനിക്കുന്നത്. അതായത് ഒരിക്കലിട്ട് അത് എത്ര ഞാൻ കൂടുതൽ അന്തരം നമ്മൾ വിശേഷിച്ചുണ്ട്, അതിനകത്തോട്ട് കൂടുതൽ പോകുന്നില്ല. ഒരിക്കലും സരസ്വതി നദിയുടെ തീരത്ത് ധ്യാനിതരായിരുന്ന വ്യാസഭഗവാന് വരാൻ പോകുന്ന യുഗത്തിനെ കുറിച്ച്, അതായത് കലിയുഗത്തിനെ കുറിച്ചും കലിയുഗത്തിന്റെ ദോഷങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടിയുടെ അദ്ദേഹത്തിന് കാണാൻ പറ്റി. കലിയുടെ സ്വാധീനത്താല് സർവനാശം എന്ന് പറയുമ്പോൾ ഇവിടെ വസ്തുവിന്റെ നാശമല്ല, വ്യക്തികളുടെ ചേതനയുടെ നാശം, ഭക്തിയുടെ നാശം,
ധർമ്മത്തിന്റെ നാശം, ജ്ഞാനത്തിന്റെ നാശം, സത്യത്തിന്റെ നാശം, ഇതൊക്കെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. സത്വഗുണത്തിന്റെ അഭാവത്തില് ആൾക്കാര് ഒരുപാട് നാസ്തികരായിട്ട് മാറുന്നതും അല്പായുസുകളായിട്ട് മാറുന്നവരും അക്ഷമരായിട്ട് മാറുന്നതും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നോട്ട് തയ്യാറെന്ന് എന്റെ മനസ്സിൽ വന്ന കാര്യം, ഇതുവരെ കലിയുഗം ആരംഭിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളൂ. നടക്കുന്ന എന്തുവാ? യുഗസന്ധിയാണ്. 10,000 വർഷം യുഗസന്ധിയാണ്. അവിടുത്തെ 10,000, ഇവിടുത്തെ 10,000, അങ്ങനെ 10,000 വർഷം യുഗസന്ധ്യയാണ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഈ യുഗസന്ധ്യയിൽ ഇന്ന് തന്നെ അക്ഷമര എന്ന് കണ്ടുകൊണ്ടാണ് പുറയിനെ വന്ന വണ്ടി ഹോൺ അടിച്ചതിന് വണ്ടി നിർത്തി വന്നിട്ട് ഈ വണ്ടി തല്ലി പൊട്ടിക്കുന്നു. ഗേറ്റ് തുറക്കാൻ മനസ്സിൽ കാർ കൊണ്ട് ഗേറ്റ് ഇടിച്ചു പൊട്ടിക്കുന്നു. അപ്പം മനുഷ്യർ അപ്പൊ കലിയുഗം അങ്ങോട്ട് പോകും തോറും എത്രമാത്രം ബുദ്ധിമുട്ട് നമുക്ക് വരാൻ പോവാണെന്ന് ആലോചിച്ച് നോക്കണം. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇതിനകത്ത് ഇല്ലാത്തതാണ്, ഇപ്പൊ എന്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ തയ്യാറാക്കിയ നോട്ട്സിനകത്ത് ഇതില്ല. നമ്മൾ ഭക്തി ചെയ്യുമ്പം ഭക്തി പരിപൂർണമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളുടെ ഭക്തി പരിപൂർണത ആയാലും പലപ്പോഴും നമ്മൾ ഇതിന് ഈസി ആയിട്ട് കാണുമോ, കുഴപ്പമില്ല, ഇനി ഒരു ജന്മം കഴിഞ്ഞ് വന്നാൽ എന്താ, അല്ല അടുത്ത ജന്മത്തിൽ മതി, ഈ ജന്മത്തിൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതാണ് പ്രോബ്ലം, ഇതാണ് പ്രോബ്ലത്തിനകത്ത് ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞിരുന്നുകൊണ്ട് ഒരുപാട് എക്സ്ക്യൂസുകൾ നമ്മൾ കണ്ടുപിടിക്കും. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടും. ആരുടെ? മായാദേവിയുടെ. നമ്മൾ ഒരു 50% താഴെയാണ് നമ്മളുടെ ഭക്തിയെങ്കിൽ നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒരുപാട് കാണും. ഭൗതികമായ ആഗ്രഹങ്ങൾ നമ്മൾ നശിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപരിഗ്രഹങ്ങളിൽ അപ്പർ പ്ലാനറ്റ്സ് നമുക്ക് പോകേണ്ടി വരും. ആ ഭൗതിക സുഖം പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരും. അപ്പൊ ഉപരിഗ്രഹത്തിൽ പോയാൽ എവിടെ പോയാലും 10,000 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. 10,000 ആ ദിവ്യവർഷമാണ്. അപ്പൊ ഇവിടെ അതിനെക്കാട്ടി കൂടുതൽ വരും. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എല്ലാവരും, ഇന്നത്തെ നമ്മുടെ ജീവിതം ഈ കലിയുഗത്തിൽ ഇവിടെ ജീവിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ 10,000 20,000 വർഷം കഴിഞ്ഞ് വരുവാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അന്ന് ഇസ്കോണും കാണത്തില്ല. 10,000 വർഷം കഴിഞ്ഞ് ഇസ്കോണും ഇല്ല. പ്രഭാത് പറയുന്നത് ഇസ്കോണിന്റെ ആയുസ് 10,000 വർഷമേ ഉള്ളൂ. ഒരു ഗുരുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഒരു ഭക്തനെ കാണാൻ കഴിയില്ല, ക്ഷേത്രങ്ങൾ തന്നെ കാണുമെന്ന് അറിയാൻ പറ്റില്ല. അന്നേരം 50 വയസ്സിന് താഴെയാണെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും, ഇവിടുത്തെ ചൂട് എത്രയായിരിക്കും, ഇവിടുത്തെ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. നമ്മളിപ്പോ പേപ്പറിലും ന്യൂസിലൊക്കെ കാണുന്നുണ്ട് 1 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെയും 2 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ എന്തൊക്കെയാ കാണിക്കുന്നതെന്നുള്ളത്. ഇനി 50 വയസ്സിന് മുകളിലോട്ടാണ്, 50% മുകളിലോട്ടാണ് നമ്മളുടെ ഭക്തി. പക്ഷെ 90% താഴെയാണെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ തിരിച്ചു വരണം വീണ്ടും. അങ്ങനെ ഭക്തരുടെ വീടുകളിൽ അല്ലെങ്കിൽ അതുപോലെ ഈശ്വരമുള്ള വീടുകളിലൊക്കെ നമുക്ക് ഭക്തിയുള്ള വീടുകളിൽ ജനം തരും ഭഗവാൻ. 60-70% പോയിട്ട് തിരിച്ചു വരാനെക്കാട്ടി അല്ല 10-20-30% കൂടെ ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചുകൂടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണിത്. അപ്പൊ ഇവിടെ മനുഷ്യർക്ക് ഭഗവത് ഭക്തിയോ ആധ്യാത്മിക ഗ്രന്ഥം കൊണ്ട് ഏതെങ്കിലും താല്പര്യമുള്ളതായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല കലിയുഗത്തിൽ. മാത്രമല്ല കലിയുഗത്തിലെ ജനങ്ങൾക്ക് താരതമ്യേന ബുദ്ധി കുറവായിരിക്കും, ആയുസ് കുറവായിരിക്കും, അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ദിശാബോധം നഷ്ടപ്പെട്ട ഈ മാനവ ജനതയ്ക്ക് ഒരു ശരിയായ ദിശ നൽകണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ഇതൊക്കെയാണ് നമ്മളുടെ ആചാര്യന്മാരുടെ ഗുണങ്ങള്, നമ്മളുടെ ആചാര്യ ഗ്രന്ഥത്തിന്റെ പവിത്രതകളൊക്കെ ഇതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളുടെ മതത്തിന്റെയൊക്കെ വിശേഷത നമ്മളുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് ആരെങ്കിലും ഭക്തി അല്ലെങ്കിൽ അവിടെ കയ്യോ കാലോ വെട്ടുവോ തല വെട്ടുവോ ഒന്നുമില്ല. അതിനായിട്ട് വേദവ്യാസൻ എന്ത് ചെയ്തു? വേദങ്ങളെ 4ആയിട്ട് തരംതിരിച്ചു. പിന്നീട് ഉപനിഷത്തുകളും പുരാണങ്ങളും ജയിച്ചു. പക്ഷെ ഇത്രയൊക്കെ നീച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു തൃപ്തി വന്നില്ല. എന്തോ ഒരു കുറവ് എവിടെ ഫീൽ ചെയ്തു, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഭൗതിക ജീവിതത്തിൽ തന്നെ നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ചില ദിവസമൊക്കെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആഹാരമൊക്കെ ആണെങ്കിൽ, നമുക്ക് ഈ വടക്കേന്ത്യയിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടു, ഇച്ചിരി ചോറ് കിട്ടിയില്ലെങ്കിൽ സാറേ എനിക്ക് ആ ഉണ്ട തൃപ്തി വരത്തില്ല, ചപ്പാത്തി എത്ര കഴിച്ചാലും. ഇതിന് പറ്റിയ ഒരു ഉദാഹരണമല്ല, ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പൊ ഇത്രയൊക്കെ രചിച്ചിട്ട് വേദങ്ങളെ 4ആയിട്ട് തിരിച്ച് 108 ഉപനിഷത്തുകൾ ഉണ്ടാക്കി, ഉപപുരാണങ്ങൾ ഉണ്ടാക്കി, പുരാണങ്ങളെല്ലാം ഇതിഹാസങ്ങളും എല്ലാം ആയിട്ടും മഹാഭാരതവും ഇതൊക്കെ രചിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. ഹൃദയത്തിൽ എവിടെയോ ഒരു ശൂന്യത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ അദ്ദേഹം തന്നെ ധ്യാനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നലുണ്ട്, അതായത് ഇത്രയൊക്കെ ഞാൻ രചിച്ചു എന്നുള്ളത് ശരിയാണ്, എന്നാൽ ഈ രചനകളൊന്നും
ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചും പരിപൂർണമായിട്ട് വേണ്ട വിധത്തിൽ ഞാൻ എഴുതിയിട്ടില്ല. ഇപ്രകാരം അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഗുരു ആരാ? നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ 4-ാമത്തെ അധ്യായം അവിടെ തീരുകയാണ്. 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് നാരദമുനിയുടെ കുറച്ച് ചോദ്യങ്ങൾ വ്യാസമുനിയോട് നാരദമുനി ചോദിക്കുന്നതായിട്ടാണ് 5-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. നാരദമുനി പല ചോദ്യങ്ങളും ചോദിക്കുന്നു. ശേഷം വ്യാസവൻ മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞിട്ട് വ്യാസദേവൻ പറയുന്നത്, എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു അപൂർണത എനിക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് തോന്നിയത്? ഭഗവാനെയും ഭഗവാന്റെ ഭക്തരെയും ഭക്തിയെയും കുറിച്ച് പരിപൂർണമായിട്ട് പ്രകീർത്തിക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ എഴുതിയിട്ടില്ല. അത് അദ്ദേഹം നാരദമുനിയോട് പറഞ്ഞില്ല. നാരദമുനിയോട് ഗുരുവിനോട് ചോദിച്ചെന്താണ് അങ്ങനെ പറയാൻ? അതിന്റെ അതൊരു സഭ്യതയാണ്. അതായത് ഗുരുവിനോട് നമ്മൾ ഒരിക്കലും വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെന്ന്. നമുക്ക് തോന്നുന്നത് ശരിയോ തെറ്റോ എന്നല്ല അവിടെ പ്രശ്നം. ഗുരുവിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കണം. ഗുരുവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചോദ്യം ചോദിച്ചിട്ട് ഗുരുജി എനിക്ക് ഇങ്ങനെ തോന്നുന്നു, അല്ലെ മഹാരാജ് എനിക്ക് ഇങ്ങനെ തോന്നുന്നു, അല്ലെ പ്രഭുജി എനിക്ക് ഇങ്ങനെ തോന്നുന്നു, അത് പറയാൻ പാടില്ല സീനിയർ ഡിവോട്ടീസിനോട്. നമ്മളുടെ കൺക്ലൂഷൻ എന്താണ്, അവരുടെ അഭിപ്രായം എന്താണ്, ഇത് രണ്ടിനും കൂടെ നോക്കിയിട്ട് അതിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കൺക്ലൂഷൻ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ അപൂർണത അനുഭവപ്പെടുന്നു, അത് എന്താണെന്ന് അങ്ങ് തന്നെ കണ്ടുപിടിച്ച് എന്നോട് പറയുക. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞില്ല. ഇനി ഉദാഹരണം പറഞ്ഞത്, എപ്രകാരം ഒരു വൈദ്യൻ രോഗിയെ നിരീക്ഷിച്ച് രോഗം കണ്ടുപിടിക്കുന്നു, അതുപോലെ എന്റെ അസംതൃപ്തിക്കുള്ള കാരണവും അങ്ങ് തന്നെ കണ്ടുപിടിച്ച് തരണം. ഡോക്ടർ ഒരു രോഗിയെ പരീക്ഷിക്കുമ്പോൾ ബ്ലഡ്, യൂറിന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നരമ്പ് പിടിച്ച് നോക്കി, കണ്ണും കാലും പിടിച്ചൊക്കെ നോക്കിയിട്ട് ഒരു കൺക്ലൂഷനിലെത്തും. നമ്മൾ രോഗിയുടെ എന്താ എന്റെ കുഴപ്പം എന്ന് പറയുമ്പോൾ പറയും ഇന്ന അസുഖമാണെന്ന് പറയാം. അതേപോലെ ഗുരുവിനോട് നമ്മൾ ചോദിക്കണം. അപ്പൊ ഇപ്രകാരം വ്യാസവൻ വളരെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും തന്റെ മാനസികമായ ആസംതൃക്കുള്ള കാരണം തന്റെ ഗുരുവായ നാരദമുനിയോട് പറയാൻ അപേക്ഷിച്ചു. നാരദമുനി പറയുന്നത്, നീ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇതിലൊന്നും പരംപുരുഷൻ ശ്രീ ഭഗവാനെ വേണ്ട വിധത്തിൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള വർണ്ണന നീ ചെയ്തിട്ടില്ല. അതുകൊണ്ട്, അതായത് ഭഗവാനെ കുറിച്ചുള്ള വർണ്ണ അപൂർണമായതിനാലാണ് നിനക്ക് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കാത്തത്. ഇതിൽ നമുക്കെന്താണ് പഠിക്കാനുള്ളത്? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഏത് ചെയ്താലും ശരി, അത് കൃഷ്ണനുമായിട്ട് കണക്ട് അല്ലാത്തതാണെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള സന്തോഷവും സംതൃപ്തി എവിടെ നിന്നും ഒരിക്കലും ലഭിക്കില്ല. കാരണം ഈ ഭൗതിക ലോകത്തിൽ പരിപൂർണമായ സന്തോഷവും സംതൃപ്തിയും ഒരു വ്യക്തിയിലും ഒരു വസ്തുവിലും ഭഗവാൻ വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തെല്ലാം നമ്മളുടെ നിത്യോപയോഗ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അത് വസ്ത്രമായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, ബാങ്ക് ബാലൻസ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, എന്തൊക്കെ വസ്തുക്കളും വ്യക്തികളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടോ, ഇതിനൊന്നും പരിപൂർണമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും തരാൻ കഴിയില്ല. കാരണം എന്താ? അത് അപൂർണമാണ്. അപൂർണമായതിന് പൂർണ്ണമാകാൻ കഴിയുന്നില്ല. ഈശോപദേശത്തിൽ ആദ്യത്തെ സ്വരം പൂർണ്ണമതം പൂർണ്ണമിതം. അത് പരിപൂർണമായതിന് മാത്രമേ പൂർണ്ണമായി തരാൻ പറ്റൂ. പരിപൂർണത ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാ പ്രവൃത്തികളും, എന്ത് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴും അത് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണമായ സന്തോഷ സംതൃപ്തി ലഭിക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടിരുന്നിട്ട് ഒരു അരമണിക്കൂർ ഭഗവാന്റെ കാര്യങ്ങൾ പറയുക, അരമണിക്കൂർ ലോക കാര്യങ്ങൾ പറയുക, നമുക്ക് സന്തോഷം തരുന്ന എവിടെയായിരിക്കും? ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും. അതിനോടൊപ്പം തന്നെ നാരദമുനി പറയുന്നത് ഇത് മാത്രമല്ല, താങ്കളുടെ രചനയില് 4 പുരുഷാർത്ഥങ്ങൾക്കാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിനൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ താങ്കളുടെ രചനകളിലൊന്നും പരംപുരുഷം ഭഗവാന്റെ നാമ, രൂപ, ഗുണ, ലീലകളുടെ വർണ്ണ പരിപൂർണമായിട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വ്യാസദേവന്റെ രചനകളിലെല്ലാം, അതിലെല്ലാം വേദം അദ്ദേഹം രചിച്ചതല്ല, അദ്ദേഹം ഭാഗമാക്കിയതേ ഉള്ളൂ. ബാക്കി പുരാണങ്ങളിലൊക്കെ ഭഗവാനെ കുറിച്ചും മറ്റ് അവതാരങ്ങളെ കുറിച്ചും പല പുരാണങ്ങളും വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും പരിപൂർണമായിരുന്നില്ല.
മാത്രമല്ല അതിലൊക്കെ ഭക്തിയോഗത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു, കർമ്മയോഗത്തിനും ബാക്കി ജ്ഞാനയോഗത്തിനും ഒക്കെ ആയിരുന്നു പ്രാധാന്യം. എപ്പോ വരെ ഭക്തിയോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലയോ അപ്പൊ വരെ ആ ഗ്രന്ഥം അപൂർണമാണ്. അപ്പൊ നാരദമുനി പറഞ്ഞതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാല്, നമ്മൾ വാങ്ങേണ്ടതും വായിക്കേണ്ടതും കേൾക്കേണ്ടതും ഭഗവാന്റെ വർണ്ണനയുള്ള ഗ്രന്ഥങ്ങൾ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരെ കുറിച്ചുള്ളതായിരിക്കും. അല്ലാത്തത് അത് എന്ത് തന്നെയായാലും അത് നിരാകരിക്കണം. ഞങ്ങളുടെ ഗുരുമഹാരാജിന്റെ ശിഷ്യന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, ഒരു 25 പേർക്കടുത്ത് കാണും എല്ലാവരും കൂടെ. അവിടെ എല്ലാ ആൾട്ടർനേറ്റീവ് സൺഡേയിലും ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ക്ലാസ് ആണെന്ന് ഇന്ദുമതി മാജയുടെ ഫോൺ വന്നിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു, പിന്നെ വിളിച്ചത്. അപ്പൊ അത് ഈ പ്രാവശ്യം ഞാൻ ഇപ്പൊ എടുക്കുന്ന ജപത്തിനെ കുറിച്ചാണ്. വളരെ രസമാണ്. ഹരിനാമത്തിനെ കുറിച്ചും ജപത്തിനെ കുറിച്ചും ക്ലാസ്, എങ്ങനെ ജപിക്കണം, ജപത്തിൽ ധ്യാനിക്കേണ്ട കാര്യങ്ങൾ ഭാഗവതം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാതെ. ഞാൻ വിചാരിച്ചു അവിടുന്ന് അവർ റിക്വസ്റ്റ് ചെയ്ത് ജപത്തിനെ കുറിച്ച് സംസാരിക്കണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ക്ലാസ് 2 ക്ലാസ് അല്ലെ 3 ക്ലാസ് ഒന്ന്. ഇപ്പൊ 5 ക്ലാസ് 6 ക്ലാസ് കഴിഞ്ഞു. 1 വർഷം എടുത്താലും ധ്യാനത്തിൽ അത്ര ഡീപ്പാണ്. അപ്പൊ ഞാൻ അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞു. ഒരു വ്യക്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നത് മുതൽ മരണത്തിലോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഡിലാണ് നമ്മൾ പായുന്നത്? അതറിയണമെങ്കിൽ നിങ്ങളിപ്പോ വീട്ടിൽ ചെന്നിട്ട് മൊബൈൽ എടുത്തിട്ട്, മൊബൈലിൽ സ്മാർട്ട് മൊബൈലിൽ മറ്റേ മൊബൈലും കാണും, ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് വാച്ച് ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിനകത്ത് മണിക്കൂറും മിനിറ്റും സെക്കൻഡും മൈക്രോ സെക്കൻഡ്, ആ മൈക്രോ സെക്കൻഡ് പോകുന്ന കണ്ടിട്ടുള്ള സ്പീഡ് എത്രയായിരിക്കും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ നമ്മൾ മരണത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാഴാക്കുന്ന ഓരോ സെക്കൻഡും, ഞാൻ മിനിറ്റ് എന്നല്ല, ഓരോ സെക്കൻഡും നമ്മുടെ ഭഗവാനും നമ്മളുമായിട്ടുള്ള ദൂരം കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാഴാക്കുന്ന സെക്കൻഡ്. അപ്പൊ നമ്മൾ എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് പറയുന്നു, ഇതെല്ലാം നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാനുള്ളതല്ല. ഇപ്പൊ ഗ്രന്ഥങ്ങളെ കുറിച്ച് മാത്രമല്ല, അറിവിനെ കുറിച്ച് നാരദമുനി പറയുന്നുണ്ട്. അതായത് എത്ര വലിയ ജ്ഞാനമാണെങ്കിലും അതിൽ ഭഗവത് ജ്ഞാനമില്ലെങ്കിൽ അത് അഭിനന്ദിക്കപ്പെടില്ല. അപ്പൊ പിന്നെ സാധാരണ കർമ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഒരു വ്യക്തി എത്ര വലിയ ഭൗതികമായ അറിവുകൾ നേടിയാലും ശരി, അതെല്ലാം പൂജ്യമാണെന്നാണ് പറയുന്നത്. വെറും പൂജ്യമാണ്. കുറെ പേര് സമ്പാദിക്കാൻ പറ്റും, കുറച്ച് പ്രശസ്തി സമ്പാദിക്കാൻ പറ്റും, കുറച്ച് സമ്പത്ത് സമ്പാദിക്കാൻ പറ്റും. അതാണോ മനുഷ്യജീവന്റെ ലക്ഷ്യം? അല്ല. ഈ പേരും പ്രശസ്തിയും സമ്പത്തും മരണത്തിന് ശേഷം ഉപകരിക്കപ്പെടില്ല. മരണത്തിന് ശേഷം ഭഗവാന്റെ ഭക്തി മാത്രമേ ഉപകരിക്കപ്പെടുള്ളൂ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഏതൊരു അറിവ് നേടിയാലും ശരി, അറിവ് വേണം. പിന്നെ ഈശ്വര നിമിഷത്തിലെ 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ വിദ്യ അവിദ്യ രണ്ടും വേണം. വിദ്യ ആധ്യാത്മിക ജ്ഞാനം, അവിദ്യ ഭൗതിക ജ്ഞാനം. ഈ ഭൗതിക ജ്ഞാനം എന്തിനാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധ്യാത്മിക ജ്ഞാനം വികസിപ്പിക്കാൻ വേണ്ടിയുള്ള സാധന സാമഗ്രികൾക്ക് വേണ്ടിയാണ് ഭൗതികമായ അറിവ് വേണ്ടത്. നമുക്ക് ഭക്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശന്നിരുന്നുകൊണ്ട് ഭക്തി ചെയ്യാൻ പറ്റില്ല. വല്ലതും കഴിക്കണ്ടേ? താമസിക്കാൻ ഒരു വീട് വേണം, ബാക്കിയുള്ള സൗകര്യങ്ങൾ വേണം, എങ്കിലേ ഭക്തി ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിന് പൈസ വേണം, ജോലി വേണം. ജോലി വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പൊ വിദ്യാഭ്യാസം നേടുന്നതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈസ വേണം, ജോലി വേണം, ജോലിയിൽ കൂടി പൈസ സമ്പാദിക്കണം, ആ പൈസ കൊണ്ട് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ആ ജീവിത സാഹചര്യങ്ങൾ ആധ്യാത്മികമായിട്ട് ഉയരാൻ വേണ്ടി ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ആ ജീവിതം പരിപൂർണമാകുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇന്നെന്തുവാണ്? പൈസ സമ്പാദിക്കണം, അവിടെ വരെ ഉള്ളൂ. ആ പൈസ എന്താണ് നമുക്ക് തരുന്നത്? വലിയ വിഷയമാണത്. അപ്പൊ നാരദമുനി പറയുന്നതിന്റെ സാരം അല്ലെ കൺക്ലൂഷൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അത് അച്യുത ഭാവമില്ലെങ്കിൽ കിം ഫലം? എന്ത് ഫലം അതുകൊണ്ടുള്ളത്? ഒരു ഫലവുമില്ല. പക്ഷെ മനുഷ്യജീവന്റെ എസൻസ് എന്ന് പറയുന്നത് ഭഗവത് ഭക്തിയാണ്. അതില്ലാതെ കർമ്മവും ജ്ഞാനവും എല്ലാം നിഷ്പ്രയോജനങ്ങളാണ്. നമ്മൾക്ക് എന്താ തെറ്റുപറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ നമ്മളുടെ ജീവിതത്തെ കാണുന്ന ജനനം മുതൽ മരണം വരെയാണ്. മരണത്തിന് അപ്പുറത്തിനെ കുറിച്ചുള്ള നമ്മൾ ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. അതിനാണ് ഭഗവത്ഗീത പഠിക്കേണ്ടത്. ശ്ലോകം ഉണ്ടല്ലോ, ധ്രുവം ജായതേ മൃത്യു, ധ്രുവം ജായസ്യ ധ്രുവം മൃത്യു, ധ്രുവം ജായതേ മൃതസ്യ. ജനിച്ചവർ മരിക്കും, മരിച്ചവർ ജനിക്കും. രണ്ടാമത്തെ സ്കന്ധത്തില് 27 തോന്നുന്നു. ജനിച്ചവർക്ക് തീർച്ചയായിട്ടും മരണമുണ്ട്, മരിച്ചവർക്ക് തീർച്ചയായിട്ടും ജനനമുണ്ട്. അപ്പൊ ജനിച്ചവർക്ക് മരണമുണ്ട്, അവിടം വരെ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും നാളെ എനിക്ക് സുഖം, ആ ഒരു മാത്രം സുഖത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് പുനരഭി ജനനം, പുനരഭി മരണം, ഈ ഒരു ചക്രത്തിൽ നമ്മൾ കിടന്ന് കറങ്ങുന്നത്. അതാണ് ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മജിജ്ഞാസ പറഞ്ഞതാണ്, ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും സന്തോലോൽപാദനത്തിനും വേണ്ടി മാത്രമാണെങ്കിൽ അത് ഒരു പ്രയാസമില്ലാതെ പട്ടിയും പൂച്ചയും കഴുതയും കൊക്കും കാക്കയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവർക്കില്ലാത്ത ബുദ്ധിയും അവർക്കില്ലാത്ത കഴിവും അവർക്കില്ലാത്ത മനസ്സും എല്ലാം എനിക്ക് ദൈവം അല്ലെങ്കിൽ പ്രകൃതി തന്നു എന്തിനാണ്? അതിനപ്പുറമുള്ള കാര്യം ചെയ്യാനാണ്. നമ്മൾ ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, പക്ഷെ അത് ഭഗവാനെ മറന്നുകൊണ്ടോ ഭക്തി ഉപേക്ഷിച്ചുകൊണ്ടോ ആകരുത്. ഇത്രയും ഞാൻ പറയേണ്ട ഉദ്ദേശം അതാണ്. അപ്പൊ ഇപ്രകാരം നാരദമുനി വ്യാസനോട് പറയുന്നത്, താങ്കളൊരു അദ്വിതീയമായ അനുഭവം. വ്യാസദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. അപ്പൊ നാരദമുനി വ്യാസനോട് പറയുന്നത്, താങ്കൾ ഒരു അതീന്ദ്രിയമായ അനുഭവജ്ഞാനമുള്ള ഒരു രചയിതാവാണ്. താങ്കൾക്ക് ആധ്യാത്മികമായ രചന ചെയ്യാനുള്ള കഴിവും തന്നിട്ടുണ്ട്, അനുഭവമുണ്ട്, മാത്രമല്ല അതിനുള്ള ശക്തിയും തന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ അദ്ദേഹം ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. എന്നിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും താങ്കൾ താങ്കളുടെ കൃതികളിൽ ഭക്തിയോഗത്തെക്കുറിച്ചോ പരംപുരുഷൻ ഭഗവാനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ശുദ്ധ ഭക്തരെ കുറിച്ചോ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഭഗവത് ലീലകൾ വിശദമായി ചർച്ച ചെയ്യുന്ന, ഭക്തിയെക്കുറിച്ചും ഭഗവാന്റെ ഭക്തരെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം രചിക്കുക. നമ്മൾ ഭാഗവതം എടുത്ത് നോക്കിയാല് ഭഗവാൻ, ഭക്തി, ഭക്തൻ, ഇതല്ലാതെ എന്തെങ്കിലും ഭാഗവതത്തിലെ 18 ശ്ലോകത്തിലുണ്ടോ? ഭക്തി വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ വേണം, ഭഗവാന്റെ ഭക്തര് വേണം, എങ്കിൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. അതില്ലാത്ത വർണ്ണനയായിരുന്നു വ്യാസഭഗവാൻ ചെയ്തത്. ശേഷം അപ്പൊ ഇനി ഭക്തിയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭക്തിയോഗത്തിനെ കുറിച്ച് പറഞ്ഞത്, ഭക്തിയോഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കാൻ പറഞ്ഞപ്പം നാരദമുനിക്ക് തോന്നി, അത് ഗുരുവല്ലേ, ഭക്തിയോഗത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന എന്തെങ്കിലും വ്യാസഭഗവാനോട് പറഞ്ഞു കൊടുക്കണമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം സ്വന്തം ഉദാഹരണം കൊടുക്കുകയാണ്. അതായത് എങ്ങനെ ഭക്തിയോഗം ഒരു സാധാരണ വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസമില്ലാത്ത, പ്രായമില്ലാത്ത, അനുഭവജ്ഞാനമില്ലാത്ത ഒരു സാധാരണത്തിലും താഴെയുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി എപ്രകാരം ഒരു ജന്മത്തിൽ തന്നെ ശുദ്ധഭക്തനാകാൻ കഴിയുമെന്നുള്ളതാണ്. ശുദ്ധഭക്തന്റെ തലത്തിലേക്ക് ഉയർത്താൻ. അതായത് ഭക്തിയുടെ 9 സ്റ്റെപ്പ് നമുക്കറിയാം. അധോശ്രദ്ധ, സാധുസംഗ്, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ്, പ്രേം. ഒരേ ജന്മത്തില് ഇതെല്ലാം, അതായത് ശ്രദ്ധയിൽ നിന്ന് തുടങ്ങി പ്രേമത്തിൽ ചേർന്ന ഒരു വ്യക്തിയാണ് നാരദമുനി. അതുകൊണ്ട് ഭക്തിയോഗത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി 5-ാമത്തെ അധ്യായത്തിൽ പിന്നീട് നാരദമുനി തന്റെ കഴിഞ്ഞ ജന്മത്തിന്റെ കഥ പറയുകയാണ്. അങ്ങനെയാണ് 5-ാമത്തെ അധ്യായം തീരുന്നത്. ആ കഥ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നാരദമുനി തന്റെ പൂർവ്വകഥ പറഞ്ഞു നിർത്തി. ദാസീപുത്രനായിരുന്നു, അമ്മ മരിച്ചുപോയി, ഭക്തി വേദാന്തികളുടെ സേവ ചെയ്തു, അതെല്ലാം പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പം വ്യാസഭഗവാൻ നാരദമുനിയോട് ചോദിച്ചത്, ഭക്തി വേദാന്തികൾ പോയതിനു ശേഷം താങ്കൾ എന്ത് ചെയ്തു എന്നാണ്. 6-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് വ്യാസഭഗവാന്റെ ഈ ചോദ്യത്തോടെയാണ്. അതായത് ഇവിടെ ഭക്തി വേദാന്തികൾ പോയി, അമ്മ മരിച്ച കാര്യം പറഞ്ഞിട്ടില്ല. ശേഷം അദ്ദേഹത്തിന്റെ എങ്ങനെ ഭക്തി ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് അറിയാനുള്ള ഒരു ജാഗ്രത, ഒരു ത്വര വ്യാസമുനിക്കുണ്ടായി. കാരണം അമ്മ ഭക്തയല്ല, വേറെ ബന്ധുമിത്രാദികളൊന്നുമില്ല, അവിടെ വേറെ ഗുരുവില്ല,
പിന്നെ എങ്ങനെ അദ്ദേഹം ഈ പരിപൂർണ അവസ്ഥയിൽ എത്തിയെന്നുള്ളത് അദ്ദേഹത്തിന് അറിയണം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് അമ്മയെ പാമ്പ് കടിക്കുന്നു, അമ്മ മരിച്ചു പോകുന്നു, അദ്ദേഹം വീട് വിട്ടു പോകുന്നു, വടക്ക് ദിക്കിലോട്ട് പോകുന്നു, അതെല്ലാം നമ്മൾ വളരെ ചർച്ച ചെയ്യണം, അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ നാരദമുനിയുടെ കഴിഞ്ഞ ജന്മത്തെ സംഭവങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. 5 വയസ്സുള്ള ഒരു കുട്ടി, അമ്മയ്ക്ക്, ആ കുട്ടിക്ക് ഈ ലോകത്തിൽ ആശ്രയമായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ആ കുട്ടി മാത്രം. അമ്മയോ അന്യരുടെ വീട്ടിൽ ദാസ്യജോലി ചെയ്ത് ജീവിക്കുന്നു. അപ്പൊ അവിടെ വന്ന ഭക്തി വേദാന്തികളെ ആ അമ്മ നല്ലപോലെ സേവിച്ചു. അതുപോലെ 5 വയസ്സ് മാത്രമുള്ള ആ കുട്ടിക്ക് സംരക്ഷകൻ ആരുമില്ല. അമ്മയ്ക്ക് മകനും, മകനും മാത്രം, അമ്മയും മാത്രമേ ഉള്ളൂ. എന്നിട്ടും ആ അമ്മയ്ക്ക് സർപ്പദംശനമേറ്റ് മരിച്ചുപോയി. അമ്മ മരിച്ചു. അപ്പൊ ഇവിടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടി അനാഥനായി. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ പർപ്പറ്റിൽ പറയുന്നത്, ഒരു ബദ്ധജീവാത്മാവിന്, ബദ്ധജീവാത്മ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെ പോലുള്ള മനുഷ്യ, ബദ്ധ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ട്? പ്രകൃതിയുടെ 3 ഗുണങ്ങൾ കൊണ്ട്, സത്വരജ തമ കൊണ്ട് നമ്മൾ ഈ ഭൗതികത്തെ നമ്മളെ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലം അനുഭവിക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഭൗതികമായ ആക്ഷൻ ആയിരിക്കും. വേർ ദർ ഈസ് മെറ്റീരിയൽ ഡിസയർ, അവർ ആക്ഷൻ വിൽ ബി മെറ്റീരിയൽ. എവിടെ ഭൗതികമായ ആഗ്രഹങ്ങളുണ്ടോ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഭൗതികമായിരിക്കും. ആ ആഗ്രഹങ്ങൾ ഭൗതികമാണെങ്കിൽ, ഭൗതികമായ ആക്ഷൻ ആണെങ്കിൽ റിയാക്ഷനും ഭൗതികമായിരിക്കും. പറഞ്ഞു മനസ്സിലാക്കണം. നമുക്ക് ഭൗതികമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭൗതികമായിരിക്കും. അത് നല്ലതാകാം, ചീത്തയാകാം. അതിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങളും നല്ലതാകാം, ചീത്തയാകാം. അത് അനുഭവിക്കണമെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ വരണം. അതാണ് ഭൗതിക ബന്ധനം. അപ്പൊ ഇവിടെ പ്രഭുപാദ് പറയുന്നത്, ഒരു ബദ്ധജീവാത്മാവിനെ തന്റെ പാതാരബിന്ദങ്ങളിൽ ഭഗവാൻ അഭയം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഭഗവാന്റെ കരുണ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞുണ്ടല്ലോ, എങ്ങനെ ഓരോരുത്തരുടെ ഭക്തി കൊണ്ട്. ഞാൻ ഗുരുമഹാരാജന്റെ ഈ 76ാമത്തെ വ്യാസപൂജയില്, അത് ഹിന്ദിയിലായിരുന്നു, ചിലപ്പോൾ നിങ്ങൾ അതുകൊണ്ട് കേട്ട് കാണില്ല, അത് ഞാൻ പറയാം. ദുബായിലാണോ സൗദിയിലോ മുസ്ലിം രാജ്യത്തിൽ ഗുരുമഹാരാജ് പോയ സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്താണ്, അവിടെ ഒരു സെന്ററിൽ ഗുരുമഹാരാജ് ഇരിപ്പുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ 2 കുട്ടികൾ, ഇളയതിന് 7 വയസ്സുണ്ട്, മൂത്തത് 10-11 വയസ്സുള്ളതാണ്. ഒരു സ്കൂളിൽ പോയിട്ട് എന്ന് ഈ സെന്ററിന്റെ വാതിക്കൽ കൂടാണ് വീട്ടിലോട്ട് പോകുന്നത്. ശ്രദ്ധിച്ചു കഴിയണം. സെന്ററിന്റെ കഥ അടച്ചിട്ടിരിക്കുകയാണ്. ചേട്ടൻ അതിനോട് അടിയിട്ട് ചേട്ടൻ പിടിച്ചൊരു തെള്ളു കൊടുത്തു. ഈ കഥവ്, സെന്ററിന്റെ കഥവ് അടച്ചത് കുറ്റി ഇട്ടിട്ടില്ലായിരുന്നു. കാര്യം ആരെങ്കിലുമൊക്കെ VIP, ഭക്തര് വരുവാണെങ്കിൽ കയറാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഈ കഥവ് തന്നെ തുറന്ന് ഈ കൊച്ചു ചെന്ന് വീണത് ഗുരുമഹാരാജിന്റെ മുമ്പിൽ. ഈ കൊച്ചു തല നോക്കിയപ്പോ ഗുരുമഹാരാജ് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കണം. ആ കൊച്ചിനെ നോക്കി വീഴുന്ന ഗുരുമഹാരാജ് കണ്ടു, വന്ന് വീണ് ചിരിക്കുന്നുണ്ട്. കൊച്ചിനെ നോക്കി ഗുരുമഹാരാജ് ചിരിച്ചു കഴിഞ്ഞപ്പം ഗുരുമഹാരാജ് പറഞ്ഞു, ഗൗരാംഗ. അപ്പൊ അവിടുത്തെ ആ നല്ല സുഗന്ധം, മണിയടിക്കുന്നു, കീർത്തനം നടക്കുന്നു, ഗുരുമഹാരാജിന്റെ ഐശ്വര്യം, ഗുരുമഹാരാജിന്റെ ആ തേജസ് ഇത് കണ്ട് കൊച്ചു പേടിച്ചിട്ട് ഇറങ്ങി ഓടിയവൾ ചേട്ടന്റെ കൂടെ വീട്ടിൽ പോയി. ആരോടും ഒന്നും പറഞ്ഞില്ല. മുസ്ലിം കുട്ടിയാണ്, ആലോചിക്കണം, 7 വയസ്സേ ഉള്ളതിന്. ദിവസങ്ങൾ കടന്നപ്പോ ഈ കൊച്ചിന് വീണ്ടും അവിടെ പോകണം, വീണ്ടും അവിടെ പോകണം. ഗുരുമഹാരാജിന്റെ ആ എന്താ പറയുന്നത്, ഓര, അതിന്റെ അട്രാക്ഷൻ. കാര്യം ഗുരുമഹാരാജിന്റെ മുഖാനന്ദത്തിന് അത് ഗൗരാംഗന്ന് കേട്ടു. പ്ലസ് ഗുരുമഹാരാജ് ചിരിച്ചു, അതിനെ നോക്കി. ഒരു നോട്ടം മതി ശുദ്ധഭക്തരുടെ. വീണ്ടും ആ കൊച്ച് അവിടെ പോയി കുറെ ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ അവിടെ ചെന്നപ്പോ ഗുരുമഹാരാജ് പോയി. ഭക്തരുണ്ട്, ഭക്തര് വിളിച്ചു ഇരുത്തി, അതിനെ നല്ല സ്നേഹത്തോടെ തലോടി, അതിന് കേക്ക് കൊടുത്തു, പ്രസാദം കൊടുത്തു, ഗൗരാംഗ പറയിപ്പിച്ചു. ഇത് ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരുന്നു. അവിടെ അത് ചേട്ടൻ കണ്ടുപിടിച്ചു. ചേട്ടൻ ചെന്ന അമ്മയോട് പറഞ്ഞു, അവിടെ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തില് ഇവൻ പോകാറുണ്ട്. അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു, അത് അന്യമതക്കാർ അവിടെ പോരുത്, അതായത് ഒത്തിരി വഴക്ക് പറഞ്ഞു. പക്ഷെ കൊച്ചിന് പറ്റത്തില്ല. എങ്ങനെയാ പറ്റുന്നേ? കൃഷ്ണൻ വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ബ്രഹ്മാണ്ടം ഭേദിച്ചു കൊണ്ടുപോകുമല്ലോ.
ആ കൊച്ച് വീണ്ടും പോയി, വീണ്ടും അടിച്ചു, ഒത്തിരി അടിച്ചു. അടി കിട്ടിയാലും കൊച്ച് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകാൻ തുടങ്ങി. കാര്യം ക്ലാസ് വിട്ട് കഴിയുമ്പോൾ ചേട്ടൻ്റെ കൂടെ വരണം, ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അമ്മ പിടിച്ചിട്ട് അതിനെ ചൂടുവെള്ളത്തിൽ ഇരുത്തി. അതിന്റെ കാലും ഈ അരക്ക് താഴോട്ട് മൊത്തം പൊള്ളി. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആയപ്പോ ആരും ഇല്ലാത്ത സമയത്ത് ഭക്തർ അതിനെ പോയി കണ്ട് അതിനോട് ഒരു ബ്രഹ്മചാരി ഡിവോട്ടീസിനെ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അപ്പൊ അപ്പോഴത്തേക്ക് കൊച്ചിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരുപാട് 8 വയസ്സിൽ അത് എന്നോട് അവരോട് പറഞ്ഞു, എന്നെ ഇന്ത്യയിലോട്ട് അയക്കാമെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി പൈസ ഒക്കെ വേണം, അവിടെ ടിക്കറ്റുള്ള പൈസ അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളൂ, ഇവിടെ വരുന്നവരൊക്കെ എനിക്ക് പൈസ അതൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ മാസങ്ങൾ അത് ഹോസ്പിറ്റലിലൊക്കെ ഡിസ്ചാർജ് കുറെ കഴിഞ്ഞ് ഒരു മാതാജിയുടെ കൂടെ ഇവിടെ വന്നു, ഇന്ത്യയിൽ വന്നു. ആന്ധ്രയെ കൊണ്ടുള്ള മാതാജി വന്നു അമ്പലത്തിൽ അവർ കുറെ നാൾ നിന്നു. ഇപ്പൊ അത് വൃന്ദാവനിൽ ബ്രഹ്മചാരിയാണ്. പറഞ്ഞതിന്റെ അർത്ഥം, ശ്രീല പ്രഭു പറഞ്ഞതിന്റെ അർത്ഥം, ഒരു ബദ്ധ ജീവാത്മാവിനെ തന്റെ പാതാരബിന്ദങ്ങളിൽ വരുത്തണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അതിനുവേണ്ടി എന്തും ചെയ്യും. പുറമേ നോക്കുമ്പോൾ നമുക്ക് തോന്നും, വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ, അവൻ ഈ ലോകത്തിൽ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ, ആ അമ്മയുടെ മരണത്തോട് അവൻ അനാഥനായും തോന്നാം. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സ് മാത്രം ഉണ്ടായിരുന്നെങ്കിലും അവന് ഭക്തിയിൽ പരിപക്വത വന്നിട്ടുണ്ടായിരുന്നു. ആ ഭക്തി വേദാന്തികളുടെ കൃപ കൊണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഭഗവാന്റെ ഇഷ്ടമില്ലാതെ, ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല പോലും അനങ്ങത്തില്ലെങ്കിൽ, ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ ഈ ഭക്തി വേദാന്തികളെ സേവിച്ച ആ സാധു സ്ത്രീയുടെ മരണം സംഭവിക്കുമോ? ഇല്ല. അത് ഭഗവാന്റെ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ടാണ് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ നാരദമുനി അത് ഭഗവാന്റെ ഇഷ്ടവും അനുഗ്രഹവും ആണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ട് അത് സ്വീകരിച്ചതും തന്റെ താമസ സ്ഥലം ഉപേക്ഷിച്ച് ഭക്തിയിൽ കൂടുതൽ മുന്നേറാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിപ്പോയത്. പുറമേ നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ കുട്ടിക്ക് സംഭവിച്ച അനീതിയായി തോന്നാം, ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ആരുമില്ലെന്ന്. പക്ഷേ ആ കുട്ടി ഭഗവാന്റെ പരിപൂർണ സംരക്ഷയിലായിരുന്നു. ധ്രുവ് മഹാരാജ് നിധിവനത്തിൽ, വൃന്ദാവനത്തിൽ അന്നത്തെ കാലത്ത്, ഏത് യുഗത്തിലാണ്? അത് സത്യയുഗത്തില്. കാര്യം ബ്രഹ്മാവിന്റെ മകൻ സ്വയംഭൂ സ്വയംഭൂവിന്റെ മകൻ ഉത്താനപാദ മഹാരാജന്റെ മകൻ. ഇപ്പൊ 4ാമത്തെ ജനറേഷനേ ആയിട്ടുള്ളൂ. സത്യയുഗത്തിലാണ്. സത്യയുഗത്തിൽ നിധിവനത്തിൽ പോകണമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുട്ടി പോയിട്ട് 6 മാസം അവിടെ നിന്ന് തപസ് ചെയ്തത് യാതൊരു വന്യമൃഗങ്ങളുടെ ആക്രമണമില്ല, ഒന്നുമില്ലാതെ. എങ്ങനെയാണ്? ഭഗവാന്റെ പ്രൊട്ടക്ഷൻ. 5-6 കൊല്ലം ഹിരണ്യകശിപുവിന്റെ തടവറിൽ പ്രഹ്ലാദ് മഹാരാജ് കഴിഞ്ഞത് എങ്ങനെയാണ്? ഭഗവാന്റെ പ്രൊട്ടക്ഷൻ. അതേപോലെ ഈ 5 വയസ്സുള്ള പയ്യന് യാതൊരു സുരക്ഷയില്ലാന്ന് നമുക്ക് തോന്നും അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ നമുക്ക് തോന്നാം, അല്ലെ കേൾക്കുന്നവർക്ക് തോന്നാം, 5 വയസ്സുള്ള ഈ ബാലനെ ഭഗവാൻ അനാഥനാക്കി. എന്തിനാണ്? അനാഥനല്ല. നമ്മളുടെ നാഥൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. വേറെ ആർക്കും നമ്മൾക്ക് പിതൃത്വം തരാൻ പറ്റില്ല, സംരക്ഷണം തരാൻ പറ്റില്ല. നമ്മളുടെ നാഥൻ ഒന്നേ ഉള്ളൂ, ഭഗവാൻ. ആ ഭഗവാൻ ആരെയും കൈവിടില്ല. അപ്പൊ നാരദമുനി 5 വയസ്സേ ഉള്ളായിരുന്നെങ്കിലും പരിപക്വമായ ഭക്തി ഉണ്ടായിരുന്നു. ഭഗവാനിൽ അൺഅലോയ്ഡ് വിശ്വാസം ഉണ്ടായിരുന്നു. ഭഗവാന്റെ അതേ ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാരദമുനിയുടെ മുഴുവൻ സംരക്ഷണവും ഭഗവാന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് അമ്മ മരിച്ചിട്ട് ആ കുട്ടി വീട് വിട്ടുപോയതും ആ 5 വയസ്സിൽ വനത്തിലും മരുഭൂമിയിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ കറങ്ങി നടക്കാൻ പറ്റിയത് ആ കുട്ടിക്ക്. ഇനി ആ കുട്ടിയുടെ അമ്മയുടെ കാര്യം, ഇപ്പൊ കുട്ടിയുടെ കാര്യമാണ്. അമ്മ എന്തുകൊണ്ടാ? അമ്മ എന്ത് തെറ്റ് ചെയ്തു? ആ അമ്മ ഒരു ദാസിയായിരുന്നു. ആ ഒരു ദാസിയുടെ ജീവിതത്തിൽ ഇത്രയും ഭക്തി വേദാന്തികൾക്ക് അമ്മ സേവ ചെയ്തു 4 മാസം, ചാതുർമാസം. അവരാ ഒരു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഭക്തിയിൽ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമായിരുന്നു, ഭക്തിയിൽ ഉയരാൻ കഴിയുമായിരുന്നു. അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു? അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് അവരെ എടുത്ത് അതിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ഭക്തി സമ്പത്തുമുള്ള ഒരു വീട്ടിൽ ജന്മം കൊടുത്തിട്ടായിരിക്കും. അപ്പം മകനെ ഭക്തിയുടെ പരമോന്നത സ്ഥാനത്ത് എത്തിച്ചു, അമ്മയെ ഭക്തിയിൽ പുരോഗമനത്തിലോട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ എത്തിച്ചു. അതാണ് നാരദമുനി. അതാണ് അതായത്
ഭഗവാന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നത് എപ്പോഴാണെന്നറിയാം. നമ്മൾ ഒരു പ്ലാൻ ചെയ്യും, എന്തെങ്കിലും ജീവിതത്തിനെ കുറിച്ച്, മക്കളെ കുറിച്ചാകാം, വേറെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് ഒരു പ്ലാൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് വിശ്വസിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്? കൃഷ്ണന്റെ പ്ലാൻ നമ്മുടെ പ്ലാനുമായിട്ട് ചേരണം. ഇല്ല, അതൊരിക്കലും നടക്കില്ല. കാര്യം കൃഷ്ണൻ നമ്മളുടെ മൊത്തം ഫ്യൂച്ചർ നോക്കിയിട്ടാണ് നമ്മുടെ പ്രസന്റ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പ്രസന്റ് പ്ലാൻ ചെയ്ത് വർത്തമാനത്തിൽ എങ്ങനെ അത് നോക്കിയിട്ട് ഫ്യൂച്ചർ നാളെ ഞാൻ ഇന്നടുത്ത് പോകും, ഇത് ഇന്നത്തെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് പറയുന്നത്. നാളെ നടുവേദന വന്നു കഴിഞ്ഞാൽ തീർപ്പാൻ പറ്റുമോ? അത് നമുക്കറിയില്ല, ഭഗവാനെ അറിയൂ. അപ്പൊ ഭഗവാൻ നമ്മളുടെ ഭാവി കാര്യങ്ങൾ കണ്ടിട്ട് വർത്തമാനം പ്ലാൻ ചെയ്യും, നമ്മൾ നമ്മുടെ വർത്തമാനം കണ്ടിട്ട് ഭാവി പ്ലാൻ ചെയ്യും. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്ലാൻ നമ്മുടെ പ്ലാനിനോട് ചേരും. അത് ചേരാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും, നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി ഉണ്ടാകും. ഭഗവാന്റെ ഭക്തിയിൽ വിശ്വാസം കുറയും, ഭഗവാനിൽ വിശ്വാസം കുറയും, ഹരിനാമത്തിൽ വിശ്വാസം കുറയും, ഈ പ്രോസസ്സിൽ വിശ്വാസം കുറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം ഭക്തിയിൽ വന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഷെൽട്ടറിലാണെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളുടെ എല്ലാം പ്ലാൻ ചെയ്യുന്ന പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു ശബ്ദമല്ല, ഭഗവാന്റെ അവതാരമാണ്. ലോക കല്യാണത്തിന് വേണ്ടി ഭഗവാൻ മത്സ്യത്തിന്റെ അവതാരത്തിലും കൂർമ്മത്തിന്റെ അവതാരത്തിലും വരാഹത്തിന്റെ അവതാരത്തിലും വരാമെങ്കിൽ, തന്റെ ഭക്തിയായ ദ്രൗപതിയെ രക്ഷിക്കാൻ വസ്ത്രത്തിന്റെ അവതാരത്തിൽ വരാമെങ്കിൽ, തന്റെ ഭക്തനായ പ്രഹ്ലാദിനെ സംരക്ഷിക്കാൻ സിംഹത്തിന്റെ പകുതി മനുഷ്യന്റെയും രൂപം സ്വീകരിച്ച് വരാമെങ്കിൽ, നമ്മളിപ്പോഴുള്ള ബദ്ധജീവാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ശബ്ദത്തിന്റെ അവതാരത്തിൽ ഭഗവാൻ വരാൻ കഴിയത്തില്ല? തീർച്ചയായിട്ടും കഴിയും. ഭഗവാൻ ശബ്ദാവതാരമാണ്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മളെല്ലാം ആ ഹരികൃഷ്ണ മഹാമന്ത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നല്ലത് വന്നാലും ചീത്ത വന്നാലും ശരി, അത് നമ്മളുടെ ഭക്തിയുടെ പുരോഗമനത്തിന് വേണ്ടി ഭഗവാന്റെ പ്ലാൻ ആണെന്ന് വിചാരിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമിതമായ സന്തോഷമോ അമിതമായ ദുഃഖമോ ജീവിതത്തിൽ വരാൻ പറ്റത്തില്ല. അപ്പൊ ഈ രണ്ട് ഇൻസിഡന്റ്, അതായത് നാരദമുനിയുടെ അഭയകേന്ദ്രമായ അമ്മ നഷ്ടപ്പെട്ടതും അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടതും നമുക്ക് പഠിക്കാനുള്ള ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പം ഭഗവാനെ എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യം വരരുത്. അപ്പൊ നമുക്ക് ഈ 4, 5 അധ്യായം തീർന്നു. നമുക്ക് അടുത്ത 6-ാമത്തിലോട്ട് ഇച്ചിരി ഞാൻ കയറി, പക്ഷെ 6-ാമത്തെ മുഴുവെടുത്തില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 6-ാമത്തെ അധ്യായം ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. ആർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ആർക്കും ഇല്ല ചോദിക്കാൻ? ഓക്കെ പ്രഭുജി, എന്നാ നമുക്ക് നിർത്താം. നിർത്താം. വാഞ്ചാകൽപതരുഭ്യഃ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദയ്ക്ക് ജയ്. എല്ലാവർക്കും ഒത്തിരി നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമസ്കാരം. കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.